അങ്ങനെ നീണ്ടു നിന്ന് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡ് ചെയ്തു. നമ്മൾ വെക്കേഷന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മഴയുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയായിരുന്നെങ്കിലും ലണ്ടനിൽ ഓൾറെഡി മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത്. കുറെ നാൾ കൂടി ഫ്ലൈറ്റിൽ കയറിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ടായിരുന്നു. മിന്നൽ പരിശോധനയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മെനു ഒക്കെ കിട്ടി. എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, കുറച്ച് വിശക്കുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റിലും എയർപോർട്ടിലൊക്കെ നമ്മൾ $2 വാങ്ങേണ്ട സാധനം $4 കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്. വിശപ്പ് കുറച്ച് കൂടുതലും ഉണ്ട്. മാത്രമല്ല സാധാ വാസ്തയാണെങ്കിലും ആകാശത്തിരുന്ന് കഴിക്കുന്നതിന്റെ രുചി കൂടുതലും ഉണ്ട്. ഇനിയുള്ള നീണ്ട 5 മണിക്കൂർ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കല് തന്നെ ശരണം. ഫ്ലൈറ്റിൽ കയറിയാല് ഞാൻ ഉറങ്ങൂലെന്ന് വീമ്പടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഞാനൊഴികെ ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും ഫ്ലൈറ്റിൽ ഉറങ്ങി തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നങ്ങ് ഉറങ്ങി. 5 മണിക്കൂർ പോയതറിഞ്ഞില്ല എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം അറിഞ്ഞു തന്നെയാണ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇനി നാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഒരു 10-20 മണിക്കൂർ ഇരിക്കണല്ലോ എന്ന് ആലോചിക്കും തന്നെ പേടിയാവുന്നു. ഫ്ലൈറ്റിൽ കയറിയ ആൾക്കാരിൽ ഒട്ടും തിരക്കില്ലാത്ത 4 പേരായിരുന്നു ഞങ്ങള്. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി സാവധാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നീട് നമ്മള് നമ്മുടെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഷട്ടിൽ സർവീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എയർപോർട്ടിന് അടുത്തുള്ള ഹോട്ടൽ തന്നെ ആയതുകൊണ്ട് അവരുടെ തന്നെ പിക്കപ്പ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 11:30 കേട്ടോ സമയം. പെട്ടിയൊക്കെ അടുക്കി കയറ്റി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് റൂം ചെക്ക് ഇൻ ചെയ്ത് ഡയറക്റ്റ് നമ്മള് ഡെന്നീസിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. രാത്രി 12 മണി കഴിഞ്ഞാണ് ഞങ്ങൾ ചെന്ന് കയറിയെങ്കിലും വളരെ സന്തോഷത്തോടെ ഒരു അപ്പൂപ്പനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നത്. എന്തായാലും വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് നേരെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷം നാളെ.